കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 5ാം ക്ലാസ്സിലെ മലയാളത്തിലെ 1ാമത്തെ അധ്യായത്തിലെ ഉറൂബിന്റെ കോയസൻ എന്ന് പറയുന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ കോയസനെ കുറിച്ചാണ്. ഈ കഥ നമ്മൾ വായിച്ചു. അപ്പുവും കോയസനും അപ്പുവിന്റെ വീടും അപ്പുവിന്റെ വീട്ടുകാരും കോയസനും ഒക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ ശരിക്ക് പഠിച്ചു. കോയസന് ആരായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. കോയസന് ജോലിയിലുണ്ടായിരുന്ന ആത്മാർത്ഥത എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വായനയിൽ വന്നു. ഉറൂബ് അതിമനോഹരമായി സ്നേഹബന്ധത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ഉറൂബിന്റെ ഈ കോയസൻ എന്ന് പറയുന്ന കഥ. മുമ്പ് കാലത്ത് വലിയ വലിയ വീടുകളിൽ ജോലിക്ക് നിന്നിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവരുടെ ജോലിയിൽ നല്ല ആത്മാർത്ഥത കാണിച്ചവരായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ തന്നെയാണ് ഉറൂബ് കോയസനിലൂടെ നമുക്കും പരിചയപ്പെടുത്തി തരുന്നത്. ഇതിൽ ഒരു ചോദ്യം പറയുന്നുണ്ട്. ഈ ചോദ്യമാണത്: ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങൾ ആ കഥാപാത്രത്തിൽ കണ്ടത്? കഥാപാത്രത്തിന്റെ സവിശേഷതകൾ, മറ്റുള്ളവരോടുള്ള ബന്ധം, കഥാപാത്രത്തിന്റെ രൂപം, വേഷം എന്നിവയിലെ പ്രത്യേകതകൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. അതായത് ഈ പാഠത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്ര നിരൂപണമാണ് നമ്മൾ നടത്തേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് കോയസനാണ്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഉണ്ണിയുണ്ട്, വല്യച്ഛനുണ്ട്, അമ്മയുണ്ട്, കോയസന്റെ മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം എന്ന് പറയുന്നത് കോയസനാണ്. അപ്പോൾ ആ കോയസൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് നമുക്കൊരു നിരൂപണം തയ്യാറാക്കണം. നിരൂപണം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ആ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എഴുതണം, അവർക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം എഴുതണം, കഥാപാത്രത്തിന്റെ രൂപം, വേഷം എന്നിവയിലെ പ്രത്യേകതകൾ എഴുതണം. ഇത്തരം കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു കഥാപാത്ര നിരൂപണം നടത്തേണ്ടത്. അത്തരത്തിലുള്ള ഒരു കഥാപാത്ര നിരൂപണത്തിന്റെ മാതൃകയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് കഥാപാത്ര നിരൂപണത്തിന്റെ മാതൃക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കഥാപാത്ര നിരൂപണം. കോയസൻ എന്ന കഥാപാത്രമാണ് ഇവിടെ നിരൂപണത്തിന് വിധേയമാകുന്നത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം കോയസനാണ്. നന്മയും സ്നേഹവും നിറഞ്ഞ കഠിനാധ്വാനിയായ കഥാപാത്രമാണ് കോയസൻ. ചെയ്യുന്ന ജോലിയിൽ വല്ലാതെ ആത്മാർത്ഥത കാണിച്ച പച്ചയായ മനുഷ്യനായിരുന്നു കോയസൻ. കുതിരക്കാരനാണെങ്കിലും അപ്പുവിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് കോയസൻ ആ വീട്ടിൽ കഴിയുന്നത്. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെയുള്ള ആളായിരുന്നു കോയസൻ. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കോയസൻ വാങ്ങിയാലേ നന്നാകൂ എന്നായിരുന്നു വീട്ടുകാരുടെ വിശ്വാസം. അപ്പുവിനോട് കോയസന് പ്രത്യേക സ്നേഹമാണ്. കോയസൻ അപ്പുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അപ്പു തിരിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ അപ്പുവിന് കോയസന്റെ അടുത്ത് പ്രത്യേക സ്വാതന്ത്ര്യം തന്നെ ഉണ്ടായിരുന്നു. കോയസൻ എപ്പോഴും തൊപ്പിക്കുടയോളം വലിപ്പമുള്ള വലിയൊരു തലപ്പാവ് ധരിക്കുമായിരുന്നു. ആ തലപ്പാവ് കാണുന്നത് തന്നെ അപ്പുവിന് കൗതുകമായിരുന്നു. ചുരുങ്ങിയത് 2 സാരിയെങ്കിലും ഉപയോഗിച്ചായിരുന്നു കോയസൻ ആ തലപ്പാവ് കെട്ടിയുണ്ടാക്കിയിരുന്നത്. കുതിരയും കോയസനും തമ്മിലും അഗാധമായ ബന്ധമായിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കുതിരയെ തുടക്കുമ്പോൾ കോയസൻ അതിനോട് സംസാരിക്കുമായിരുന്നു.
കുതിര എല്ലാം കേട്ട് മനസ്സിലായ രീതിയിൽ തലയാട്ടുകയും ചെയ്യുമായിരുന്നു. കുതിര തലയാട്ടിയില്ലെങ്കിൽ മനസ്സിലായോ കഴുതേ എന്ന് കുതിരയോട് ചോദിക്കുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുതിരവണ്ടി ഒഴിവാക്കി വീട്ടിലൊരു കാറ് വാങ്ങാൻ തീരുമാനിക്കുന്നു. കാറ് വരുമ്പോൾ ആ വീട്ടിൽ തന്റെ ആവശ്യം ഇല്ലെന്ന് മനസ്സിലാക്കിയ കോയസൻ ഏറെ വേദനയോടെയാണ് ആ വീട്ടിൽ നിന്നും പോകുന്നത്. ഈ കഥ വായിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാത്ത ഒരു കഥാപാത്രമായി കോയസൻ മനസ്സിൽ നിൽക്കും. ഇതാണ് കേന്ദ്ര കഥാപാത്രമായ കോയസനെ കുറിച്ചുള്ള ഒരു നിരൂപണം. കൂട്ടുകാർ ഈ കഥ പലയാവർത്തി വായിച്ച് ഇതിന് മനോഹരമായി നിങ്ങൾ കോയസന്റെ നിരൂപണം എഴുതണം. കോയസൻ മാത്രമല്ല, മറ്റ് കഥാപാത്രങ്ങളെ അപ്പുവിനെ കുറിച്ചായാലും വല്യച്ഛനെ കുറിച്ചായാലും ഒക്കെ ഇത്തരത്തിലുള്ള നിരൂപണം എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. കൂട്ടുകാർക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.